നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ വസ്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള വയൽ നികത്തുകയും ഉണ്ടായിരുന്ന തോട് മണ്ണിട്ട് മൂടുകയും ചെയ്തപ്പോൾ ദുരിതത്തിലായ കുറേയേറെ കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ അമ്പലക്കടവ് ഭാഗത്തു നിന്നും കുമരങ്കരിക്കം ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിനെ ആശ്രയിച്ച് കഴിയുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ഈ റോഡിൽ മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുകയും ഇതിൽ ഇഴജന്തുക്കൾ ഉൾപ്പെടെ വന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ ജീവന് ഭീഷണിയാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വഴിയിൽ നടക്കാൻ നിവർത്തിയില്ല. വെള്ളം കെട്ടിക്കിടക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം അടുത്ത മാസം മുതൽ ഈ മാസം മുതൽ മഴ തുടങ്ങി കഴിഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ മുട്ടപ്പം വെള്ളം നിൽക്കുന്നത്. വെള്ളം പോകാൻ ഒരു വഴിയില്ല. ഇവിടെ റോഡയോ ചാലോ ഒന്നുമില്ല. ഈ പെരേടത്തിൽ കൂടെ ആയിരുന്നു വെള്ളം അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു 2 ഹോളൊക്കെ ഇട്ടിട്ടാണ് അവരിവിടെ റോഡ് വൃത്തിയാക്കിയത്. പക്ഷെ ഇപ്പം ആ ഓവും കൂടെ അവർ അടച്ചു വെച്ചിട്ട് വെള്ളം പോകാൻ നിവർത്തിയില്ല. ഞങ്ങൾക്ക് നടക്കാൻ നിവർത്തിയില്ല. വെട്ടവും ഇല്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ വെട്ടവും കിട്ടത്തില്ല. ആൾക്കാർ രാവിലെ വെളുപ്പിനെ അമ്പലത്തിൽ പോകാനാണേലും ജോലിക്ക് പോകാനാണെങ്കിലും പിള്ളേർ സ്കൂളിൽ പോകാനും എല്ലാം ഈ വഴി കൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ വഴി ഞങ്ങൾക്ക് നടക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം. അതുപോലെ അപ്പുറത്തെ സൈഡിൽ തോട് ഫുള്ള് നികത്തി തോട് അടച്ചു വെച്ചിട്ടാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് നികത്തിയിട്ട് തോട് വെള്ളം മതിയപ്പോഴത്തേനും ഞങ്ങളുടെ പെരേടത്ത് ഞങ്ങളുടെ ബാക്ക് സൈഡിലെല്ലാം വെള്ളം കയറും. തോട് അടച്ചത് കാരണമാണോ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്? തോട് അടച്ചത് തോട് ഇത്ര നാൾ ഒഴുകിക്കൊണ്ടിരുന്ന തോടാണ്. പക്ഷെ ഇപ്പം അവിടെ മണ്ണിട്ട് നികത്തി കാരണം ഈ തോട് എങ്ങോട്ട് ഒഴുകുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ വെള്ളം അവിടെ പൊയ്ക്കൊണ്ടിരുന്ന ആ മതിലിനകത്തൂടെ പൊയ്ക്കൊണ്ടിരുന്ന വെള്ളം അപ്പൊ അവരതെല്ലാം അത് അവരടച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് രാത്രിയിലായാലും ഞങ്ങൾക്ക് നടന്നു വരാൻ പറ്റത്തില്ല. ഈ മഴ വന്നു കഴിഞ്ഞാൽ പാമ്പും വല്ലാത്ത വേസ്റ്റുകളും അത്രയും അവിടെ കൊച്ചുങ്ങളായാലും വലിയവരായാലും അതിലെ കൂടെ വരുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇവർ ഈ മതിലിൻ്റെ അകത്ത് മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ഈ വെള്ളം ശകലം പോലും അങ്ങോട്ട് പോകില്ല. ഞങ്ങൾക്കത് നികത്തിയവര് പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോഴേ ഇവിടുത്തെ അവസ്ഥ അറിയാൻ പറ്റും. എന്നുവെച്ചാൽ നടന്നു വരാൻ രാത്രി ജോലിക്ക് കഴിഞ്ഞ് വരുന്നവർ സ്കൂൾ കുട്ടികളോ എല്ലാവരും ഇതിലേ വരുന്നത്. ഈ വഴിയേ ഞങ്ങൾക്കുള്ളൂ. ഇതാ ഞങ്ങൾക്ക് മെയിൻ വഴി. അത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഈ മഴ വരുമ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തേ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ല. അവരെന്തെങ്കിലും അത് ചെയ്ത് അവർ ഇതാക്കി തരും. നമുക്കതേ ഉള്ളൂ. ഞങ്ങൾ വഴി ഞങ്ങൾക്ക് വൃത്തിയാക്കി തന്നാൽ മതി. വഴി വൃത്തിയാക്കി തരണം. ഞാൻ ഒരു പ്രാവശ്യം ജില്ലാ മെമ്പറിനോട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വഴി നമുക്ക് ഇച്ചിരി ഓടെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ പിന്നെ ഞാൻ ഇതിലെ കൂടെ ഞാൻ അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ വരുന്നതും പോകുന്നതൊക്കെയാണ്. അത് ഞാൻ അറിയാവുന്ന വഴിയുമാണ്. പക്ഷെ ഇതുവരെ ഒന്നും അതിനെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ല. വാർഡ് മെമ്പറെ അറിയിച്ചായിരുന്നു? വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. വാർഡ് മെമ്പർ വരാൻ അവർ അന്വേഷിക്കാന്ന് പറയുന്നതല്ലാതെ അവർ വന്ന് ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം എന്ന് വെച്ചാൽ അഴുക്ക വെള്ളങ്ങൾ, ഈ പന്ന, ഈ വേസ്റ്റുകൾ വീഴുന്നതും പാമ്പും എല്ലാം ചവിട്ടിയായിരിക്കും ഞങ്ങൾ ഇതിലേ വരുന്നത്. നമുക്ക് വണ്ടിയൊക്കെ ഇല്ലാത്തവർ ഞങ്ങൾ ഇഷ്ടം പോലെ പേര് ഇവിടെ ഉണ്ട്. നമുക്ക് അതിൽ നടന്നു വരാനേ ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വെള്ളം ഞങ്ങൾക്ക് നമുക്ക് വേറെ ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് ഈ വഴിയിൽ ഈ റോഡിൽ വെള്ളം കെട്ടരുത്, അത്ര ഒരു ഇതേ ഞങ്ങൾക്കുള്ളൂ. അവരിനി മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ഇതിന് വെള്ളം അങ്ങോട്ട് പോകത്തില്ല. ഞങ്ങൾക്ക് ആ ഒരു വളരെ ബുദ്ധിമുട്ടാണ്. സൈഡിലെ മഴവെള്ളം അത്രയും വന്ന് ഈ വഴിയിലോട്ടാണ് വീഴുന്നത്. എന്നിട്ട് ആ അയട്ടുമഴ അവിടുത്തെ അവരുടെ പെരേടത്തിനകത്തുള്ള വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്ന വേസ്റ്റ് പട്ടിയും പൂച്ചയും പോകുമ്പോഴാണെങ്കിലും മഴ വരുമ്പോഴേ ഈ വേസ്റ്റ് മൊത്തം ഈ വഴിയിലോട്ട് അങ്ങ് വീഴും. പിന്നെ ഞങ്ങൾ ഈ വേസ്റ്റിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം കൂടെ ആകുമ്പോൾ അത്ര ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എത്രയോ ദിവസങ്ങളിൽ കാല് മൊത്തം ചൊറിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടൊക്കെയാണ് ചൊറിച്ചിലൊന്ന് മാറുന്നത്. അത്രയും ബുദ്ധിമുട്ടില്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇനിയുള്ള വെള്ളം ഈ അടുത്ത മഴ സീസണിൽ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ കണക്കൊന്നും ആയിരിക്കത്തില്ല ഈ വർഷം. ഒരു 5-6 ഹോൾ ഇട്ടിട്ട് അവര് മതില് കെട്ടിയത്. ഇപ്പൊ ഹോൾ അത്ര അടച്ചു വെച്ചിരിക്കുക. എല്ലാ പ്രാവശ്യം മഴ ഒരു ഹോൾ അടക്കി ഒരു പ്രാവശ്യം മതില് ചാടി അകത്ത് കയറിയാണ് കല്ലെടുത്ത് മാറ്റിയത്. മുട്ടളവ് വെള്ളം, നല്ല വെള്ളമാണ്, നല്ല വേസ്റ്റ് വെള്ളങ്ങളാ വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. മെയിൻ റോഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വരും, വേസ്റ്റ് ഉൾപ്പെടെ. ഇത് പിന്നെ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമുക്ക് പോകാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല. മെയിൻ റോഡിന് അവിടെ പൊക്കിയാണ് നിർത്തിയേക്കുന്നത്. ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി, നല്ല മഴ പെയ്യുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് വെള്ളം മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയിട്ട് എല്ലാം കൂടെ വന്ന് ഈ അകത്തോട്ടാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടച്ചു കഴിയുമ്പോൾ ഇനി എങ്ങോട്ട് പോകും ഞങ്ങൾക്ക് ഒരു പിടിയില്ല.
ഇത് വളരെ ബുദ്ധിമുട്ട് വിഷമമാണ് ഞങ്ങൾക്ക്. വഴി വാട്ടർ അതോറിറ്റിക്കാർ ഇടിച്ചിട്ടിട്ട് എത്രയോ നാളുകളായി. ഇത് മെമ്പറുടെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്. ബാക്കിയുള്ള എല്ലാ റോഡുകളും പണിഞ്ഞ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി മെമ്പർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള മെസ്സേജുകളും എല്ലാം ഈ നമ്മുടെ വാട്സപ്പിനകത്ത് വരുന്നുണ്ടല്ലോ, എല്ലാം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ വാർഡിലുള്ള ഈ വഴി മാത്രം ഒന്നും ഇതുവരെ ഇത് ശരിയാക്കിയിട്ടില്ല. എത്രയോ നാളുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് ഇടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക, ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. നമ്മളതുകൊണ്ട് ഒരക്ഷരം പോലും അവരുടെ അടുത്ത് പറയാനും മിണ്ടാനും പോകുന്നില്ല. നമുക്കിവിടെ മെമ്പർ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയാൻ വയ്യ. നമ്മുടെ മെമ്പർ തുഷാര മെമ്പർ ഇവിടെ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയാൻ വയ്യ. അവർ വാട്സപ്പിൽ നിന്ന് അവരുടെ പല കാര്യങ്ങളും അവർ നടത്തുന്നുണ്ട്, പല വാർഡുകളിലും നടത്തുന്നുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ വഴി മാത്രം ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് പ്രതികരിക്കാനും പോകുന്നില്ല. ഞാൻ അതുകൊണ്ട് പ്രതികരിക്കാനും പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ അമ്മക്കൊന്നും നടന്നു പോണം, വണ്ടി ഇല്ലാത്തവരെന്ത് പയ്യനോടും കൂടെ ചോദിക്കണം. നടക്കുന്നവരാ രാത്രിയിലൊക്കെ ജോലി കഴിഞ്ഞ് വെള്ളം പോകാൻ വഴിയുണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ. പിള്ളേരൊക്കെ പോകുന്ന സമയം പിള്ളേരെല്ലാം വന്നു. ഇപ്പൊ സ്കൂൾ പിള്ളേര് ഇനിയിപ്പോ അടുത്ത മാസം തുറന്നു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ പിള്ളേർ സ്കൂൾ പിള്ളേരും എല്ലാരും കാണും. പക്ഷെ ആർക്കും നടക്കാൻ ഒരു നിവർത്തിയില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രിയിലായാലും പകലാണേലും പോകാൻ നിവർത്തിയില്ല. രാത്രി വരുമ്പോഴത്തേനും വെള്ളത്തിനകത്ത് പാമ്പ് കിടക്കുന്നത് കാണാറുണ്ട്. ഞങ്ങൾ പാമ്പിനെ ചവിട്ടിയൊക്കെ ഞങ്ങൾ ഇതിലേക്കൂടെ പോകേണ്ടുന്ന അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഞാനാണ് സന്ധ്യയാകുമ്പോൾ വരുന്നത്. സന്ധ്യയാകുമ്പോൾ വരുമ്പോഴത്തേനും വെട്ടമില്ല. ഒന്നാമത്തെ കാര്യം വെള്ളം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം കടത്തി കിടന്നാ രാത്രി ഇച്ചിരി നേരെ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പന്നി ഇറങ്ങി ഇവിടെ നിൽക്കും. സ്ഥലത്ത് ഒരു വെട്ടവും ഇല്ല. വെട്ടവും ഇല്ലാത്തതാണ് വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങള്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നടക്കാം. അമ്പലക്കടയിൽ നിന്ന് ഇവിടം വരെ വരാൻ വെട്ടവും ഇല്ല, വെള്ളവും കെട്ടിക്കിടക്കും. എന്ന് വെച്ചാലേ ഈ വഴിയിൽ വെള്ളം കെട്ടിക്കിടക്കരുത്, അതിനുള്ള മാർഗം ഉണ്ടാകണം. അത് ഉള്ള പ്രശ്നം. ഈ വെള്ളം കെട്ടിക്കിടക്കുക, ഈ മുകളിൽ ഈ പാഴ്സൽ കൊണ്ടുവന്നവർ കഴിച്ചിട്ട് അഴക്കെല്ലാം ഇവിടെ ഇടുന്നത് മുകളിലപ്പുറത്ത് ഷോറൂമിൽ എല്ലാം ഇവിടെ ഇടുന്നത്. അങ്ങനെ ഓരോ കുഴപ്പങ്ങളുണ്ട്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുഴുവൻ തൂവെളിച്ചം എന്ന് അവകാശപ്പെടുമ്പോഴാണ് വെളിച്ചമില്ലാതെയും റോഡിൽ വെള്ളം കെട്ടിനിന്നും ഇഴജന്തുക്കളാലുമൊക്കെ ദുരിതത്തിലാവുന്ന കുറേയേറെ കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും ഇതിനൊരു പരിഹാരം കാണാനും ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ, അഭ്യർത്ഥനയോടെ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.